ADGP RSS കൂടിക്കാഴ്ചയിലും PR വിവാദത്തിലും നിയമസഭയിൽ കൃത്യമായ മറുപടിയില്ലാതെ സർക്കാർ. സംഘപരിവാർ ബന്ധം UDF എന്ന് പറഞ്ഞ് പ്രതിരോധിക്കാനായിരുന്നു ഭരണപക്ഷത്തിന്റെ ശ്രമം. PR വിവാദത്തിൽ മുഖ്യമന്ത്രി വാർത്താസമ്മേളനത്തിൽ പറഞ്ഞതിനപ്പുറം ഒന്നും സർക്കാർ ഇന്ന് സഭയിൽ വിശദീകരിച്ചില്ല. രാവിലെ സഭയിലുണ്ടായിരുന്നെങ്കിലും പിന്നീട് ശബ്ദവിശ്രമം ഡോക്ടർമാർ നിർദ്ദേശിച്ചു എന്ന കാരണത്താൽ മുഖ്യമന്ത്രി ചർച്ചയിൽ നിന്നും വിട്ടുനിന്നു. അജിത് കുമാർ RSS നേതാക്കളെ കണ്ടതും അഭിമുഖ വിവാദവുമായിരുന്നു പ്രതിപക്ഷത്തിന്റെ അടിയന്തര പ്രമേയ നോട്ടീസ്. പ്രതിപക്ഷത്തിന് പ്രതിരോധം തീർത്ത് ചർച്ചയാകാമെന്ന് മുഖ്യമന്ത്രി. എന്നാൽ ചർച്ച ആരംഭിച്ച 12 മണിക്ക് മുഖ്യമന്ത്രി സഭയിലുണ്ടായിരുന്നില്ല. മുഖ്യമന്ത്രിക്ക് പനി കാരണം ഡോക്ടർമാർ വിശ്രമം നിർദ്ദേശിച്ചെന്ന് സ്പീക്കർ വിശദീകരിച്ചു. MR അജിത് കുമാറിനെ സർക്കാർ സംരക്ഷിക്കുകയാണെന്ന് പ്രമേയാവതാരകനായ N ശംസുദ്ദീൻ. ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് ആഴ്ചകൾക്ക് മുമ്പ് ഇതിൽ കൃത്യമായ പത്രസമ്മേളനം നടത്തി വിവരം പറഞ്ഞിട്ടും ആരോപണ വിധേയനായ ADGPയെ സംരക്ഷിക്കുന്ന സർക്കാർ നിലപാടിനെതിരായിട്ടാണ് സർ ഞാൻ ഈ അടിയന്തര പ്രമേയം അവതരിപ്പിക്കുന്നത്. RSS നേതാക്കളെ അജിത് കുമാർ കണ്ടത് മുഖ്യമന്ത്രിക്ക് വേണ്ടിയാണെന്ന് പ്രതിപക്ഷ നേതാവ് ആവർത്തിച്ചു. ഇന്റലിജൻസ് റിപ്പോർട്ട് 2023 മെയ്യിൽ തന്നെ കിട്ടിയിട്ടും മുഖ്യമന്ത്രി ചോദിച്ചില്ല. അഭിമുഖം നടക്കുന്നതിനിടെ ഒരാൾ വന്നു എന്ന് മുഖ്യമന്ത്രി വാർത്താസമ്മേളനത്തിൽ പറഞ്ഞതിന് പ്രതിപക്ഷ നേതാവിന്റെ പരിഹാസം. വിവാദ ഭാഗം എഴുതി ചേർത്തവർക്കെതിരെ നടപടിയെടുക്കുമോ എന്നും ചോദ്യം. ആരോ ഒരാൾ മുഖ്യമന്ത്രി ഹിന്ദു ലേഖിക്ക് ഇന്റർവ്യൂ കൊടുക്കുമ്പോൾ തൊട്ടടുത്ത് കൈയും കെട്ടി പരിചയമില്ലാത്ത ഒരാൾ ഈ പിണറായി വിജയന്റെ അടുത്ത് നിന്നെന്ന് പറയാം. എനിക്ക് അദ്ദേഹത്തെ കുറിച്ച് അക്കാര്യത്തിലൊക്കെ നല്ല ബഹുമാനമുള്ള ഒരാൾ നിൽക്കൂല. പ്രതിപക്ഷ നേതാവ് പറഞ്ഞതുപോലെ ഒരു സ്പെഷ്യൽ ബ്രാഞ്ച് റിപ്പോർട്ട് ഇല്ലെന്നും ഉണ്ടെങ്കിൽ നിയമസഭയുടെ മേശപ്പുറത്ത് വെക്കാനും മുഖ്യമന്ത്രിക്ക് വേണ്ടി സംസാരിച്ച MB രാജേഷിന്റെ വെല്ലുവിളി. ഞാൻ അദ്ദേഹത്തോട് ഒറ്റ കാര്യം പറയുന്നുള്ളൂ, അങ്ങനെ ഒരു സ്പെഷ്യൽ ബ്രാഞ്ച് റിപ്പോർട്ട് ഉണ്ടെങ്കിൽ അദ്ദേഹം സഭയുടെ മേശപ്പുറത്ത് വെക്കട്ടെ. PR വിവാദത്തിൽ ഹിന്ദു ദിനപത്രം നൽകിയ തെറ്റിദ്ധരുത്തൽ വാചകത്തിൽ മാത്രം പിടിച്ചായിരുന്നു ഭരണപക്ഷത്തിന്റെ പ്രതിരോധം. മലപ്പുറം വിവാദത്തിലൂടെ സംഘപരിവാറിന് ഉപയോഗിക്കാനുള്ള ആയുധമാണ് നൽകിയതെന്ന് PK കുഞ്ഞാലിക്കുട്ടി. ഈ വെപ്പൺ BJP ഇന്ത്യ ഒട്ടാകെ കൊണ്ടു നടക്കുന്ന വലിയൊരു വെപ്പണാണ്. ആ വെപ്പണാണ് നിങ്ങൾ ഹിന്ദുവിന്റെ ഇന്റർവ്യൂവിൽ അവർക്ക് കൊടുത്തത് എന്ന് പറയാതിരിക്കാൻ വയ്യ. മലപ്പുറം ജില്ലയെ കുട്ടിപ്പാകിസ്ഥാൻ എന്ന് കോൺഗ്രസ് വിളിച്ചുവെന്ന് KT ജലീൽ പറഞ്ഞതോടെ സഭയിൽ ബഹളം. എന്തൊരു ഗാന്ധി നിന്ദയും നെഹ്റു നിന്ദയുമാണ് അങ്ങ് നടത്തിയത്. ഈ രാജ്യത്ത് വിഭജനം ഉണ്ടാകരുത് എന്ന് ആഗ്രഹിച്ച പാർട്ടിയാണ് കോൺഗ്രസ്. വാക്കൌട്ട് പ്രസംഗത്തിനിടെ ഭരണപക്ഷം ബഹളമുണ്ടാക്കിയതോടെ പ്രതിപക്ഷം സഭ ബഹിഷ്കരിച്ചു. ദുർബലമായ പ്രതിരോധങ്ങൾ മാത്രമായിരുന്നു സർക്കാരിനുണ്ടായിരുന്നത്. മുഖ്യമന്ത്രിയുടെ അഭാവവും ശ്രദ്ധിക്കപ്പെട്ടു. സർക്കാരിനെ പ്രതിരോധത്തിലാക്കാൻ പ്രതിപക്ഷം നിയമസഭയിൽ ഇനിയും കച്ചമുറുക്കുമെന്നുറപ്പ്. സലിം മാലിക്, 24, തിരുവനന്തപുരം.